നമ്മുടെ അനീഷേട്ടൻ രേണുവിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. പൊന്നു മനുഷ്യന്മാരെ, ചിലർ കമന്റ് ഇടുന്നത്, എന്തിനാണ് രേണു സുധിയുടെ കുടുംബ പ്രശ്നത്തിന് യൂട്യൂബർമാർ ഇടപെടുന്നത്? അവരുടെ കുടുംബ പ്രശ്നമല്ലേ, അവരങ്ങ് തീർക്കട്ടെ എന്നാണ് കുറെ പേര് കമന്റ് ഇടുന്നത്. ഒരു കാര്യം പറയാം, ഈ വീഡിയോ കാണുന്ന പൊന്നു പ്രേക്ഷകരെ, നിങ്ങളെ കുടുംബത്തിലും പല പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് നിങ്ങളെ പ്രശ്നം നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അല്ല തീർക്കുന്നത്? നിങ്ങളെ പ്രശ്നം നിങ്ങൾ കുടുംബത്തിൽ ഇരുന്നാണ് നിങ്ങൾ തീർക്കുന്നത്. എന്നാൽ രേണു സുധി അങ്ങനെയാണോ? രേണു സുധിയും ഈ പറയുന്ന കിച്ചുവിനെ കുറിച്ചിട്ട് അവരുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നം അവർ ഇൻസ്റ്റഗ്രാമിലൂടെ ഇങ്ങനെ ഇടുന്നത് കൊണ്ടാണ്, യൂട്യൂബിലൂടെ ഇങ്ങനെ പ്രചരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബർ അതിനെ റിയാക്ട് ചെയ്യുന്നത്. അത് ഇനിയും റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. കാരണം അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് അതിനെ തീർക്കണം. അല്ലാതെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ആരുടെയും കുടുംബം തീർക്കാനുള്ളതല്ല. കുറെ പേര് മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പൊന്നു മനുഷ്യന്മാരെ, നമ്മുടെ അനീഷേട്ടൻ രേണുവിനെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വെച്ചു തരാം. ഇന്ന്, അതായത് എനിക്ക് പേഴ്സണലി കുറെ പേര് നന്ദി പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. രേണു സുധി ഇന്നലെ, അതായത് കിച്ചു എന്നോട് ഗുഡ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് എന്ന് പച്ച ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട്, അതായത് രേണു തന്നെ ക്രിയേറ്റ് ചെയ്ത, അല്ലെങ്കിൽ രേണുവിന്റെ അടുത്ത ആരോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത പക്ക ഫേക്ക് സ്ക്രീൻഷോട്ട് പുറത്തു കൊണ്ടുവന്നത് ഞാനാണ്. 2 മണിക്കൂറിൽ 2.5 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് ആണ് ഇൻസ്റ്റഗ്രാമിൽ കിട്ടുന്നത്. ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. അതായത് എല്ലാവർക്കും മനസ്സിലായി, എന്നാൽ ചിലർക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് രേണു പക്ക സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്. ഒന്നും കൂടി ഞാൻ പറയാം. അതായത് രേണു, അതായത് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് കിച്ചുവിനോട് പറയുന്നത് 12:20 കിച്ചു മറുപടി കൊടുക്കുന്നതും 12:20. അതിനുശേഷം 500 സബ് ആവുന്നതും 12:20. അത് 600 കഴിയുന്നതും 12:20. പൊന്നു മനുഷ്യന്മാർ, ഇതിൽ നിന്ന് തന്നെ, അതായത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ 500 ആവുന്നുണ്ട്, അപ്പൊ തന്നെ 600 ആവുന്നത്. ഇതെങ്ങനെയാണ്? അതായത് നമുക്കിപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെങ്കിൽ ഞാൻ എത്രയായി എന്നൊന്ന് നോക്കുമ്പോൾ റീഫ്രഷ് ആക്കാനെങ്കിലും 1 മിനിറ്റ് എടുക്കത്തില്ലേ? 600 പേര് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും പൈസ അയക്കുമ്പോൾ 1 മിനിറ്റെങ്കിലും പോകത്തില്ലേ? ഇവിടെ നോക്കൂ, 12:20 സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നുണ്ട്, 12:20 500 ആവുന്നുണ്ട്, 12:20 തന്നെ കിച്ചു മറുപടിയും കൊടുക്കുന്നുണ്ട്, അത് പിന്നെ 600 ആവുന്നുണ്ട്. അതേ 12:20 തന്നെ കിച്ചു സബ്സ്ക്രിപ്ഷൻ അയച്ച പൈസ ചോദിക്കുന്നുണ്ട്. പക്ക ഫേക്ക് ആയിട്ടുള്ള, ഉഡായിപ്പായിട്ടുള്ള രേണു സുധിയുടെ പക്ക ഫേക്ക്, അതായത് രേണു തന്നെ ക്രിയേറ്റ് ചെയ്ത പക്ക ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ടാണ്. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം നാലാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. യൂട്യൂബർ ഹെൽനോസ് പാട്ടൊക്കെ കേസായി. എന്തുകൊണ്ട്? അതിന്റെ വാർത്തയുടെ ക്ലിപ്പ് വെച്ച് തരുന്നതിന് മുമ്പ് അനീഷേട്ടൻ രേണു സുധിയെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഈ സീസണിലുള്ളായിരുന്നു രേണു സുധിയുടെ ഒരു അവസ്ഥ അറിയാലോ, വിളിച്ചിരുന്നോ? ഉറപ്പായിട്ടും വിളിച്ചിരുന്നു. എനിക്ക് മുന്നേ കോണ്ടാക്ട് ഉള്ള ഒരാളാണ് രേണു സുധി. അപ്പോ രേണുവിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിൽ ഒരുപാട് വിഷമമുണ്ട്. അതിനുശേഷം ഇപ്പൊ അടുത്തുകൂടെ വിളിച്ചിരുന്നു. പിന്നെ നമ്മൾ കാണാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു രോഗാവസ്ഥയിലിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ചിലപ്പോ ഇൻഫെക്ഷൻ വന്നേക്കാം. അപ്പൊ അതൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് പോവാനായിട്ട് സാധിക്കാത്തത്. തീർച്ചയായിട്ടും വീഡിയോ കോളിലൂടെയും അതുപോലെ കോളൊക്കെ ചെയ്ത് സംസാരിക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ രോഗം മാറിയിട്ട് പഴയ രേണുവായിട്ട് തിരിച്ചു വരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. ശരി. ഓക്കെ, എന്റെ കമന്റ് ബോക്സിൽ വരുന്ന ചില ചോദ്യമാണ്, അവർക്ക് രോഗമല്ലേ, എന്തിനാണ് അവരെ ഇങ്ങനെ പറയുന്നത്? പൊന്നു മനുഷ്യന്മാരെ, അതായത് ഇന്ത്യയിൽ തന്നെയല്ല, ലോകത്ത് തന്നെ ഒരു ക്യാൻസർ രോഗി ഇങ്ങനെ പച്ചക്കളവ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കിച്ചു എന്നൊരു മനുഷ്യന്, അവനൊരു പയ്യനല്ല. അവനെ കുറിച്ചിട്ട് ഇന്നലെ എന്താണ് രേണു പറഞ്ഞത്? അതായത് ആർക്കും അറിയാത്ത ഒരു രഹസ്യം, എനിക്കും നിനക്കും മാത്രം അറിയുന്ന ആ ഒരു രഹസ്യം ഞാൻ പുറത്തു കൊണ്ടുവരുന്നു രേണു വിളിച്ച്. അത് എന്ത് രഹസ്യമായിരിക്കും? ഇവർ വെറുതെ പച്ചക്കളവ് പറയുകയാണ്. അതിനുശേഷം ഇവർ തന്നെ സ്ക്രീൻഷോട്ട്, എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, അതായത് കിച്ചുവിനൊരു ലൈഫില്ലേ? ഇവർ നാളെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, എന്നെ അത് ചെയ്തു, എന്നെ ഇത് ചെയ്തു, അല്ലെങ്കിൽ കിച്ചു അതടിക്കുന്നത് ഞാൻ കണ്ടു, ഇതടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ കിച്ചുവിന്റെ ലൈഫാണ് ഇല്ലാതാവുന്നത്. അവൻ പയ്യനാണ്, അവൻ 10-23 വയസ്സാണ്. അതായത് രേണു എന്തിന്, അതായത് ഈ പറഞ്ഞ കിച്ചു ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ രേണുവിനെ കാണാത്തത് അവര് ഈ പറയുന്ന വളരെ മോശമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യണ്ട, അത് റിതപ്പനൊക്കെ വലിയ പ്രശ്നമാവും ഭാവിയിൽ നിന്ന് ഈ പറയുന്ന കിച്ചു പറഞ്ഞത് രേണു കേൾക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്ന കിച്ചു കാണാൻ പോവാത്തത്. അതിന് രേണു പക്ക ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് കൊണ്ടുവരുന്നത് തെറ്റല്ലേ? 150 രൂപ കൊടുത്തു എന്ന് പറയുന്നത് തെറ്റല്ലേ? എന്റെ സബ്സ്ക്രിപ്ഷൻ പൈസ മുഴുവനും കിച്ചുവിന് കൊടുത്തു എന്ന് പറയുന്നത് തെറ്റല്ലേ? അതിനുശേഷം ഈ പറയുന്ന ദുബായിൽ ഞാൻ പോയി ഇനാഗ്രേഷൻ ചെയ്തതും
ബാരൽ ഡാൻസ് കളിച്ച പൈസയൊക്കെ ഞാൻ കിച്ചുവിന് കൊടുത്തു എന്ന് പറയുന്നത് പച്ചക്കളവ് പറയുന്നത് എന്തിനാണ് മിസ്റ്റർ രേണുസുതിയെ? ഒരു തെളിവെങ്കിലും രേണു കൊണ്ടുവന്നിട്ടുണ്ടോ? ഇന്നലെ കാണിച്ച പക്ക ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് അല്ലാതെ പൊന്നുമനുഷ്യന്മാരെ ലക്ഷ്മി നക്ഷത്ര ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ഉദ്ദേശിച്ചൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ വീട്ടിൽ ഒരാളെ കുറ്റം പറഞ്ഞാൽ മാത്രമാണ് നമുക്കത് കൊള്ളൂ. അപ്പൊ അത് മാത്രമേ പറയാനുള്ളൂ. രേണു സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളും അങ്ങനെയൊക്കെ ഇതായത്. അത് രേണുവിന്റെ ഇഷ്ടമാണ്. നമ്മൾ ചോദിക്കാൻ നമ്മൾ ആരാണെന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചാൽ എനിക്ക് കിട്ടും, നിങ്ങൾക്കും കിട്ടും. പക്ഷെ ഇത്ര നാളും കല്ലെറിഞ്ഞവര് ഇപ്പൊ രേണു മോളെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഈ മോശം കമന്റ് ഇട്ട സമയത്ത് നിങ്ങൾക്ക് ഒന്നും ആലോചിക്കായിരുന്നില്ലേ? അത്ര മാത്രമേ പറയാനുള്ളൂ. എന്തും എപ്പോഴും പറയാം എന്നുള്ള ആ ഒരു ധാരണ നിങ്ങൾ മാറ്റണം. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. അതായത് എൻ്റെ ഒരു 10 ദിവസം മുമ്പത്തെ വീഡിയോ രേണു റിലേറ്റഡ് ആയി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ അവൾക്ക് സപ്പോർട്ട് കൊടുത്തു. കാരണം അവരൊരു ക്യാൻസർ രോഗിയാണ്, ദൈവമേ ആർക്കും ഇങ്ങനെയുള്ള മാരക രോഗം വരല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് സപ്പോർട്ടായി സംസാരിച്ച ഒരാളാണ്. എന്നാൽ ഒരു പയ്യന്റെ ജീവിതം വെച്ച് അവർ ഈ ക്യാൻസർ സമയത്തും കളിക്കുന്നുണ്ടെങ്കിൽ പൊന്നു മനുഷ്യന്മാർ, അവരൊരു വല്ലാത്ത സ്ത്രീ തന്നെയാണ്. ഓക്കെ, അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇപ്പൊ നമ്മൾ കിച്ചുവിന് വേണ്ടി സംസാരിച്ചിട്ടില്ലെങ്കിൽ അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേരാണ് അവളുടെ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും കിച്ചുവിനെ വെറുക്കും. അതുകൊണ്ട് ഈ സമയത്ത് കിച്ചുവിന് നാളൊരു ലൈഫ് ഉള്ളത് കൊണ്ടും രേണുവിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തത് കൊണ്ടും ഇപ്പോ രേണു ഒരു ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞിട്ട് അവൾ ചെയ്യുന്ന തെറ്റ് വിളിച്ച് പറയാതിരിക്കാനൊന്നും എനിക്ക് ഈ സമയത്ത് സാധിക്കത്തില്ല. അല്ലെങ്കിൽ വെറുതെ ഇപ്പോൾ രേണു ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ അത് കളിയാക്കി റിയാക്ട് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഈ രേണു വളരെ 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 സ്ട്രോങ് ആയിട്ടുള്ള ഒരു തെറ്റ് എവിഡൻസ്, ഒരു പക്ക സ്ക്രീൻഷോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നതും തെറ്റാണ്. അതുകൊണ്ടാണ് പൊന്നു മനുഷ്യന്മാരെ റിയാക്ട് ചെയ്യുന്നത്. ഹെലനോസ് പാട്ടക്കെതിരെ കേസായിട്ടുണ്ട്. ആ ഒരു വീഡിയോ വെക്കുന്നതിന് മുമ്പ് എനിക്കെതിരെ ഇതിനു മുമ്പും രേണുസുതി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ സുധിച്ചേട്ടന്റെ പേര് വെച്ചിട്ട് മുമ്പാണ് ക്യാൻസർ ഒന്നും വരാത്തതിന് മുമ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ തന്നെ നല്ലോണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് രേണു മറുപടി തന്ന ഒരു മറുപടിയും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. എനിക്ക് ചിരിക്കാൻ വയ്യ. എൻ്റെ മോനെ, അതായത് അൾത്തു കാസർഗോഡ് വ്ളോഗറായി മോൻ എന്താ പറഞ്ഞേ? രേണു ചേച്ചി മോൻ പറഞ്ഞത് കേട്ട് മോനെ പേടിച്ച് സൂചിച്ചേട്ട DP മാറ്റിയെന്നു. എനിക്ക് ചിരി വന്നിട്ട് വയ്യ. നിന്നെ കാണാൻ അടിപൊളിയാണല്ലോ, പക്ഷെ നിന്റെ വായിന്ന് എന്നെ പറ്റി ഇറങ്ങുന്ന നെഗറ്റീവ് ഒന്നും കേട്ടാൽ അടിപൊളി അല്ലല്ലോ. നിന്നെ കാണാൻ നല്ലതാണ്, പക്ഷെ നിന്റെ വായിന്ന് ഇറങ്ങുന്ന വർത്താനമോ അടിപൊളി വർത്താനമൊന്നും അല്ലല്ലോ, ചുമ്മാ കള്ളത്തരമാണല്ലോ പറയുന്നത്. നിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നേ? നിന്റെ കെട്ടിയൊന്നും അല്ലോ ഞാൻ നിന്നെ പേടിക്കാൻ. എനിക്ക് ആകെ പേടിക്കേണ്ടത് സൂചിച്ചാണ്ട മാത്രം പേടിച്ചാൽ പോരായിരുന്നോ? പിന്നെ നിന്നെ പേടിച്ചാൽ DP മാറ്റിയെന്ന് പറയുന്നത് എൻ്റെ പൊന്നു മക്കളെ, വെറുതെ നോണ പറയരുത്, കാര്യം അറിയാതെ നോണ പറയല്ലേ. പിന്നെ ഒരുപാട് പേര് എനിക്ക് കമൻസ്, ഞാൻ ഇതിന് റിപ്ലൈ കൊടുക്കാതിരിക്കുമായിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി ഇതെന്താ സംഭവം, ചേച്ചി എന്തിനാ DP മാറ്റിയത്, ഇയാൾ കിടന്ന് പറയുന്നല്ലോ, ഇതിനുള്ള റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിപ്ലൈ തരുന്നത്. എനിക്ക് ബ്ലൂടിക്ക്, അതായത് നമുക്കറിയാം പ്രൊഫൈല് സെലിബ്രിറ്റീസിനൊക്കെ മിക്ക സെലിബ്രിറ്റീസിനും പ്രൊഫൈല് ബ്ലൂടിക്ക് വേണം അല്ല, വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്കത് അപ്രൂവൽ ആക്കാൻ വേണ്ടിയിട്ട് മെറ്റൻ തന്നെ ഉള്ള മെസ്സേജ് വരുമല്ലോ, DP ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ചേഞ്ച് ചെയ്തതാണ്, അല്ലാതെ സുധിച്ചേട്ടൻ്റെ DP മാറ്റിയെന്ന് പറഞ്ഞ് സുധിച്ചേട്ടനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ എടുത്ത് കളഞ്ഞതുമല്ല. ഞാനിപ്പോൾ വേറെ വിട്ട് കല്യാണവും കഴിക്കാൻ പോകുന്നില്ല. എനിക്കൊട്ടൊരു പ്രണയവും കഠിനമായിട്ടുള്ള എന്താ പറയുക, വളരെ പവിത്രവും കഠിനമായിട്ടുള്ള ഒരു പ്രണയവും ആരുമായിട്ടുമില്ല. മനസ്സിലായോ? നിന്നെ എനിക്ക് പേടിയില്ല. ഓക്കെ, ഒരു കാര്യം പറയാം. എന്നെ ആ സമയത്ത് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയും. അതായത് ഞാൻ രേണുവിനോട് പറഞ്ഞു, മോളെ രേണുവേ നീ എന്ത് വേണം. അപ്പൊ രേണു ഭയങ്കര അരിഞ്ഞാടുന്ന സമയമാണ്, അപ്പൊ ക്യാൻസർ ഒന്നും ഇല്ല അവൾക്ക്. ഞാൻ ഒന്നാമതൊരു കാര്യം പറയാം, ഇങ്ങനെയുള്ള കോണ്ടന്റ് ഇടയില്ല, ഞാൻ പൊളിറ്റിക്സ് ആണ് കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു രേണുവേ നീ എങ്ങനെ വേണമെങ്കിൽ നടക്കുക, പക്ഷേ ഈ പറഞ്ഞ സുധിച്ചേട്ടന്റെ പേര് പറഞ്ഞിട്ടും സുധിച്ചേട്ടന്റെ ആ ഒരു ഫോട്ടോ DP ആക്കി വെച്ചിട്ടല്ലോ നീ മോശമായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഒന്നും ഇടണ്ട ഞാൻ പറഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസമാണ് ഇവൾ ചേഞ്ച് ആക്കിയത്. പക്ഷെ ഇവൾ പറയുന്നത് ഞാൻ പറഞ്ഞത് കൊണ്ടല്ല നോക്കിയ, പക്ഷെ എനിക്കത് പറയാനുള്ള അവകാശമുണ്ട്. കാരണം നീ DP ചേഞ്ച് ആക്കണമെന്ന് പറഞ്ഞത് ഏകദേശം 4-5 ലക്ഷം ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് മോളെ നീ ചേഞ്ച് ആക്കിയത്. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും നീ ചേഞ്ച് ആക്കിയത് എന്ന് പറയാം എനിക്ക്. നീ അതായത് അങ്ങനെ ചേഞ്ച് ആക്കിയെങ്കിൽ നീ സമ്മതിക്കത്തില്ലല്ലേ, നീ വേറെ ഒരു ഐറ്റം അല്ലേ. പൊന്നു മനുഷ്യന്മാരെ, നമ്മുടെ അതുൽ ബ്രോ, അതായത് അതുൽ വ്ളോഗ്സ് ആണ് ഏറ്റവും കൂടുതൽ രേണുസുതി റിലേറ്റഡ് ആയിട്ട്, അന്ന് രേണുവിന് ക്യാൻസർ അല്ലാത്ത സമയത്താണ്, ഇപ്പൊന്നും അതിൽ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, അന്ന് രേണു ചെയ്യുന്ന തെറ്റ് ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവന്നത് നമ്മുടെ അതുലാണ്. അതുലിനെ കുറിച്ചിട്ട് ഒരു യുവാവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേട്ടിട്ട് അവനുള്ള ചുട്ട മറുപടി കൊടുക്കാം. ഞാൻ അതുലിനാണ് സപ്പോർട്ട് കൊടുക്കുന്നത്, കാരണം ഞാൻ പറയാം. അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു വ്ളോഗറുണ്ട്.
അയാളാണെന്നുണ്ടെങ്കിൽ ഡെയിലി 2, 3, 4 വീഡിയോസാണ് ഈ പെങ്കൊച്ചിനെ പറ്റിയിട്ട് വരുന്നത്. അത് എന്താണ് ഇതിലൊക്കെ? അത് ഒരു സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ അവൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് തേച്ചും മാച്ച് അങ്ങനെ പിന്നീട് പോലീസ് കേസ് വിഷയങ്ങൾ അവനെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു, അവൻ സ്റ്റേഷനിൽ വരുന്നു, തിരിച്ചു പോകുന്നു. ദൂരെ കിടക്കുന്ന ഒരാൾ, ഒരു പെൺകുട്ടി ഒരാൾക്ക് എതിരെ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരു പെൺകുട്ടീനെ അത് വളഞ്ഞിട്ടുള്ള അക്രമം തന്നെയാണ്. അതേപോലെ ഓക്കെ, ഒരു കാര്യം പറയാം. അതുൽ ചേട്ടന്, അതായത് അതുൽ ബ്രോ, പൊന്നു മനുഷ്യന്മാരെ, അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ ഒന്ന് ഇരുന്ന് കണ്ടാൽ മതി. അദ്ദേഹത്തിന്റെ സംസാരം, അദ്ദേഹം കുറച്ച് സ്ട്രോങ് ആയി തന്നെ പറയുന്നത് കൊണ്ട് ആർക്കും അത്ര പെട്ടെന്ന് പിടിക്കത്തില്ല. എന്നാൽ അദ്ദേഹം വെറുതെ റോഡ് സൈഡിലൂടെ ചുമ്മാ ഒരു പെൺകുട്ടി നടന്നു പോകുന്നുണ്ടെങ്കിൽ അത് റിയാക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം തെറ്റ് കണ്ട തെറ്റെന്ന് പറയുന്നുണ്ട്. അതിപ്പോ ഈ പറയുന്ന ആരുടെ, കൃഷ്ണകുമാറിന്റെ ഫാമിലി ആയാലും എത്ര വലിയ കൊമ്പന്റെ ഫാമിലി ആയാലും ഈ പറയുന്ന അതിൽ ബ്രോ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ റിയാക്ട് ചെയ്യുന്നത് കേൾക്കുന്നവർക്ക് നല്ലോണം കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ ബ്രോ ആരെടുത്ത് റിയാക്ട് ചെയ്താലും അവർ പെട്ടെന്ന് അതുലിന് ഈ പറയുന്ന റീപ്ലൈ കൊടുക്കുന്നത്. ഇവിടെയും അതുൽ, അതായത് രേണു സുധി ക്യാൻസർ ബാധിച്ച് മല്ലടിച്ച് കിടക്കുമ്പോൾ ഒന്നും റിയാക്ട് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്തൊക്കെ മാന്യമായിട്ടാണ്. അന്ന് അവൾ ഉടായ്പ് കാണിക്കുമ്പോൾ അതിൽ ബ്രോ അതിന് സപ്പോർട്ട് എടുത്ത് ഞാനും ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. പൊന്നു മനുഷ്യന്മാരെ, ഒരു ഐറ്റം, അതായത് രേണുവിനെ കുറിച്ചിട്ട് അതേപോലെ രേണുവിന്റെ ഒരു പിൻഗാമിയെ പോലുള്ള ഒരു സാധനം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. രേണുസുതിക്ക് ക്യാൻസർ ആയപ്പോഴത്തേക്ക് കമന്റ് നല്ല രീതിയിൽ വന്നിട്ട് പറയുന്നു. ഈ കമന്റിൽ ഇപ്പൊ നല്ലത് പറയുന്ന അവറ്റകളില്ലേ, എല്ലാം ഇന്നലെ വരെ പഴിചാരിക്കൊണ്ടിരുന്നവങ്ങളാ, എല്ലാണോ അവളെ കുറ്റം പറഞ്ഞോണ്ടിരുന്നവന്മാരാ, ആണും പെണ്ണായാലും. അത് അടിപ്പോ വന്നിട്ട് ന്യായം പറയുന്ന മാറിന്നിട്ട് എന്ത് ഇങ്ങനെയൊക്കെയാണോ കാണിച്ചു വിടുന്ന? ഒന്ന് ഓർത്തു വെച്ചോ, ഇന്ന് രേണുസുതി ആണെങ്കിൽ മക്കളെ നാളെ നീയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത് കേട്ടല്ലോ. ഇന്ന് രേണുസുതിക്കാണ് ഈ ഒരു അവസ്ഥയെങ്കിൽ നാളെ നിനക്കൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം നീയൊക്കെ മറക്കരുത്. അത്ര എനിക്ക് പറയാനായിട്ടുള്ളു. നിന്റെയൊക്കെ വീട്ടിൽ തന്നെ വരുവടാ, ഒന്നെങ്കിൽ നിന്റെ കെട്ടിയോ കാലം നിന്റെ മക്കൾക്ക് ആർക്കാരും, നീ എന്നൊരു വ്യക്തിക്ക് ആർക്കാലും വരും. കഴിവതും അവളെ കുറ്റം പറയാണ്ടിരിക്കടാ, നെഗറ്റീവ് കമന്റ് അടിക്കാണ്ടിരിക്കുക, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്കടാ, അതാ നല്ലത്. വെറുതെ കുറ്റം പറച്ചിലേക്ക് ഒരു കാര്യം പറയാം, ഞാനൊരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ. ഒരാൾക്ക് ക്യാൻസർ രോഗം അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ടാൽ അയാൾ ചെയ്ത എല്ലാ വൃത്തികളും നമ്മൾ മറക്കണമെന്നാണോ? അതായത് ഞാൻ ഈ ഒരു പ്രശ്നം രേണുവിന്റെ റിലേറ്റഡ് ആയി ഇങ്ങനെ ഞാൻ സ്ട്രോങ് ആയി സംസാരിക്കാൻ കാരണം, ഇന്നലെ അവർ തന്നെ ഫേക്ക് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി കിച്ചുവിനെ നാണം കെടുത്താൻ ശ്രമിച്ചതിന് മാത്രമാണ്. അല്ലാതെ എനിക്ക് അവരുടെ വലിയ വൈരാഗ്യവും കാര്യങ്ങളൊന്നുമില്ല. അവനൊരു പയ്യൻ, അവൻ ചെറിയ പയ്യനാണ്, ഞങ്ങളെ വയസ്സ് പോലും അവനായിട്ടില്ല. ഓക്കെ, ഹെറണോസ് പാട്ടക്കെതിരെ കേസായിട്ടുണ്ട് പൊന്നു മനുഷ്യന്മാരെ. ആദ്യം നിങ്ങൾ ഇതൊന്ന് കാണണം. യൂട്യൂബർ ഹെറണോസ് പാട്ടക്കെതിരെ കേസ്, മദ്യപിച്ച് കള്ളു കുടിച്ച് കാർ ഓടിച്ചു എന്നാണ്. എന്തായാലും റിപ്പോർട്ടർ ചാനൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. കാസർഗോഡ് കുമ്പളയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് യൂട്യൂബർക്കെതിരെ കേസ്. പെരുമ്പള സ്വദേശി ധന്യ സാറിനെതിരെയാണ് കേസെടുത്തത്. വാഹന പരിശോധനയ്ക്കിടെ മനുഷ്യജീവൻ അപകടമുണ്ടാക്കും വിധം പ്രതി വാഹനവുമായി കടന്നു കളഞ്ഞുവെന്നാണ് കേസ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ നൽകുന്ന ഈ വാർത്തയിലേക്ക് ഞാൻ വരുന്നത്, മനുഷ്യൻ ജീവന് എത്രത്തോളം മറ്റൊരാൾ വില കൊടുത്തു എന്ന വാർത്തയിൽ നിന്നാണ്. അത് എത്രത്തോളം ആശ്വാസത്തോടെയാണ് നമ്മൾ പറഞ്ഞത് എന്നതിനിടയിലാണ് ഒരു യൂട്യൂബർക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത. ധന്യ സാറിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഹെലൻ ഓഫ് സ്പാർട്ട എന്നാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടി അറിയപ്പെടുകയും ചെയ്യുന്നത്. ഫോട്ടോയിലേക്കൊന്ന് കൂടി നോക്കുകയായിരുന്നു. അവരോടൊപ്പമാണ് കൃത്യമായി നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനും കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും മദ്യപിച്ച് വാഹനം ഓടിച്ചു, അപകടകരമാകും തരത്തിൽ വാഹനം കൊണ്ട് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് കേസ്. എപ്പോഴാണ് ഈ സംഭവം? മാധു, ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് രാത്രി വാഹന പരിശോധന നടത്തുകയായിരുന്നു. അതിനിടെ ഈ ദേശീയപാതയിൽ അണങ്കൂർ എന്ന സ്ഥലത്ത് അവിടെ നോ പാർക്കിംഗ് മേഖലയിൽ ഈ കാറ് നിർത്തിയിട്ടത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് പോലീസ് സംഘം ഈ വാഹനത്തിന്റെ അടുത്തേക്ക് പോയത്. പോലീസിനെ കണ്ട ഉടൻ തന്നെ ഈ ധന്യ വാഹനമെടുത്ത് സ്പീഡിൽ ഓടിച്ചു പോവുകയായിരുന്നു. പിന്നീട് പിന്തുടർന്നാണ് പുലർച്ചെ 2 മണിയോടെ പോലീസ് ഈ വാഹനം ഈ ബന്ദിയോട് വെച്ച്, കുമ്പള ബന്ദിയോട് വെച്ച് പിടിച്ചത്. വാഹനത്തിൽ ധന്യ സാർ ഉണ്ടായിരുന്നു. പിന്നീടാണ് പോലീസ്. ഓക്കെ, ഒരു കാര്യം പറയാം. ഇതിപ്പോ ഹെർണോസ് പാട്ടയാണെങ്കിൽ ഞാനാണെങ്കിലും ഈ വീഡിയോ കാണുന്നത് നിങ്ങളാരെങ്കിലും, നമുക്ക് നിയമത്തെ കയ്യിലെടുക്കുന്ന സ്വാതന്ത്ര്യമില്ല. ഈ പറയുന്ന ധന്യ വെള്ളം അടിച്ചിട്ടാണ് മറ്റേ കാർ ഓടിച്ചതെന്ന് പോലീസിന് തെളിഞ്ഞതുകൊണ്ടായിരിക്കും കേസ് എടുത്തത്. പിന്നെ അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയത്തില്ല. വാർത്ത കൊടുത്തത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ സംഭവം. അത് ഉള്ളതാണെങ്കിൽ അത് വളരെ വളരെ തെറ്റാണ്. അതായത് ഇപ്പോൾ ഞാൻ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലൂടെ ഒരു സാധുവായ മനുഷ്യൻ, ഇപ്പോൾ ഒരു പക്ഷേ ലോൺ എടുത്തിട്ടായിരിക്കും വണ്ടി എടുത്തത്, ഒരു മീഡിയം എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനായിരിക്കും. ഞാൻ വെള്ളം അടിച്ചിട്ട് ബോധമില്ലാതെ പോകുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യന്റെ വണ്ടിക്ക് ഇടിച്ചാൽ എന്താവും അവസ്ഥ?
അപ്പോൾ അങ്ങനെ പോകുന്നത് അത് തെറ്റ് തന്നെയാണ്. അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. മറ്റേ ജാസി ഇപ്പോൾ ഡാൻസ് കളിക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. ഓക്കെ, ഹാപ്പി ആയിട്ട് പൊന്നു മനുഷ്യന്മാരെ തൽക്കാലം മൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ ഉടൻ വരാം. ഓക്കെ, ബൈ.